ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലക്ഷ്മി അല്ലേ. നമ്മൾ കുറേ ഫുഡുകൾ നമ്മൾ എത്ര ഫുഡ് കഴിക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാലും ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലക്ഷ്മി. നമ്മൾ മനസ്സുകൊണ്ട് എത്ര ഹെൽത്തി ആവണം എന്ന് വിചാരിച്ചാലും ചില ഫുഡ് ഐറ്റംസ് കാണുമ്പോൾ നമ്മുടെ കൺട്രോൾ പോവും, അറിയാതെ അങ്ങോട്ട് കഴിച്ചു പോവും. അങ്ങനെ എനിക്ക് വീക്ക്നെസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആലു ഭുജിയ. നോർത്ത് ഇന്ത്യയിൽ ആലു ഭുജിയ എന്ന് പറയും. നമ്മുടെ പൊട്ടറ്റോ ചെറുതേ സ്റ്റിക്സ് ആയിട്ട് വറുത്തെടുക്കണ സാധനം. അതെനിക്ക് എത്ര കഴിച്ചാലും മടുക്കാത്തൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ തപ്പി കണ്ടുപിടിച്ച റെസിപ്പി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. എനിക്കറിയില്ലായിരുന്നു ഇത്ര എളുപ്പമാണെന്ന്. ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വളരെ ഈസിയാണ്. അപ്പം അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 ഉരുളൻകിഴങ്ങ് ഇതുപോലെ മീഡിയം സൈസ് ഉള്ളത് ആഡ് ചെയ്യാണ്. ഇത് ഞാൻ കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ച് അത് ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തതാണ്. കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കണം നന്നായിട്ട് കൈകൊണ്ട്. ഇനി അതിലേക്ക് കടലമാവ് ചേർക്കാം. 1 കപ്പാണ് ഞാൻ ചേർത്തത് കടലമാവ്. ഇതിലേക്ക് പൊടികൾ ചേർത്തെടുക്കണം. ഞാനിപ്പോൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് 1 ടീസ്പൂൺ. കായം വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. കായം ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് ചേർത്തുകൊണ്ട് വെള്ളം സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം മുറുക്കുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി മുറുക്കുണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ നൂലപ്പത്തിനേക്കാളും ഒന്നുകൂടി വലിയ ഒരു ഓട്ടകളുള്ള ചില്ലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് നമ്മളിങ്ങനെ ഓയിൽ ചേർത്ത് കൊടുക്കണേ. അതിലേക്ക് നമുക്ക് മാവ് ചേർക്കാം. നമുക്കിത് മുറുക്കുണ്ടാക്കിയെടുക്കാം. മുറുക്കുണ്ടാക്കാനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇപ്പോൾ എണ്ണ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നന്നായി ഇങ്ങനെ കൈകൊണ്ട് ചിറ്റിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ലോ ഫ്ലെയിമിലായ എണ്ണ നന്നായിട്ട് കുടിക്കും. ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്തിരി തിക്കായിട്ടുള്ള മുറുക്കാണിത്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി തിന്നായിട്ടുള്ള, ശരിക്കും ആലു ഭുജിയ കടയിൽ നിന്ന് വാങ്ങണ മാതിരത്തെ അങ്ങനത്തെയാണ് ഇഷ്ടം. അപ്പം അതിനായിട്ട് ഞാൻ ഇനി നൂലപ്പത്തിൻ്റെ അച്ചാണ് ഇടണേ. ഏറ്റവും തിന്നായിട്ടുള്ളത് കിട്ടാൻ നൂലപ്പത്തിൻ്റെ അച്ചിട്ടാൽ മതി. നൂലപ്പത്തിൻ്റെ അച്ചിട്ട് ഇനി നമുക്കതൊന്ന് പ്രസ് ചെയ്തെടുക്കാം മുറുക്ക്. അപ്പോൾ ഇതിപ്പോൾ നല്ല തിന്നായിരിക്കും മുറുക്ക്.
അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്, കുറച്ചും കൂടി തിന്നായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിടുക. അതുപോലെ നമുക്കിങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ള മുറുക്കാണ് കിട്ടുക. അത് നമ്മൾ ചൂടാറുമ്പോൾ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കറിവേപ്പില അങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനാണ്. നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറി നമുക്കിത് കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാം. കൈകൊണ്ട് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഇടാം. അപ്പോൾ കണ്ടില്ലേ, ആലുഭുജി ഉണ്ടാക്കുന്നത് വളരെ ഈസി അല്ലേ? കുറച്ച് നാൾ അടച്ചു വെച്ചാൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കേടാവാതെ ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഡിഷസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.